ശ്രീല പ്രഭുപാദിന്റെ മെമ്മറീസ് എന്ന് പറഞ്ഞ ബുക്കിൽ നിന്ന് വായിച്ച കാര്യമാണ്. അതിൽ സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണത്. അതിനകത്ത് ഒരുപാട് മുതിർന്ന ശിഷ്യന്മാരും ശ്രീല പ്രഭുപാദും തമ്മിലുള്ള അടുത്ത ബന്ധവും അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അതിലൊരു ഡിവോട്ടിയാണ് ഭരദ്രാജ് എന്ന് പറഞ്ഞത്. ഇസ്കോണിലെ ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഒരു വേളയിൽ ശ്രീല പ്രഭുപാദിനെ കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് പറയുന്നത്. ഇത് അദ്ദേഹം വൃന്ദാവനത്തിൽ വെച്ചാണ് ശ്രീല പ്രഭുപാദിനെ കാണുന്നത്. വൃന്ദാവനത്തിൽ വെച്ച് പ്രഭുപാദിന് കുറച്ച് അസുഖബാധിതനായിരുന്നു. അതിനുശേഷം അദ്ദേഹം കുറച്ച് അസുഖത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു സമയമാണ്. അപ്പം പ്രഭുപാദ് എല്ലാ ദിവസവും സാധാരണ ജപമൊക്കെ കഴിഞ്ഞതിന് ശേഷം മോർണിംഗ് വാക്ക് ചെയ്യാറുണ്ട്. ശിഷ്യന്മാരെല്ലാം കൂടാറുമുണ്ട്. അപ്പം കുറേ നാളായിട്ട് മോർണിംഗ് വാക്ക് ഇല്ലാതിരുന്നു പ്രഭുപാദ് ഈ അസുഖബാധിതനായതിനു ശേഷം. അപ്പോൾ ആദ്യത്തെ ദിവസം പ്രഭുപാദ് ഈ മോർണിംഗ് വാക്ക് റെസ്യൂം ചെയ്തു. അപ്പം അന്ന് നടന്നു തുടങ്ങിയപ്പം ഒരുപാട് ഡിവോട്ടീസ് ഇത് കേട്ട് പ്രഭുപാദ് ഇന്നും മോർണിംഗ് വാക്ക് പോകുന്നുണ്ടെന്ന് കേട്ട് കൂടെ വന്നു. അപ്പോൾ പ്രഭുപാദ് വളരെ ഉത്സാഹഭരിതനായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഭയങ്കര നല്ല രീതിയിൽ നമ്മൾ ഈ ലെക്ചർ കൈയൊക്കെ ആംഗ്യമൊക്കെ കാണിച്ച് ലെക്ചേഴ്സൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ അത്രയും ഇൻവോൾവ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ പ്രഭുപാദ് വളരെ ഇൻവോൾവ് ആയിട്ട് സംസാരിച്ചു നടക്കുന്നതിനിടയ്ക്ക്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴത്തേന് പിന്നെ ആ ദിവസം മുഴുവൻ പ്രഭുപാദ് കിടക്കുക ചെയ്ത്. പ്രഭുപാദ് അത്രയും ഫുള്ളി എക്സോസ്റ്റഡ് ആയിരുന്നു. ഒരാരോഗ്യം ഇല്ലാത്തത് കൊണ്ട് ഫുള്ളി ഇങ്ങനെ കിടക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഇതിങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ ഇതേപോലെ തന്നെ പോയി. അപ്പോൾ ഒരു ദിവസം രാവിലെ പ്രഭുപാദ് എഴുന്നേറ്റ് ഇങ്ങനെ മോർണിംഗ് വാക്ക് പോകാനായിട്ട് റെഡിയാവുന്ന സമയത്ത് പ്രഭുപാദ് ഇങ്ങനെ താൻ സ്വന്തമായിട്ട് ചിന്തിക്കുകയാണ്. പക്ഷെ അത് അദ്ദേഹം സംസാരിച്ചു. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു രാവിലെ നല്ല ഉത്സാഹത്തോടു കൂടി സംസാരിക്കാനും ഒക്കെ പറ്റുന്നത്, പിന്നെ പൂർണ്ണമായിട്ടൊരു ദിവസം മുഴുവൻ ഞാൻ ക്ഷീണിതനായിട്ട് കിടക്കുന്നത് എന്നിങ്ങനെ, അതെന്താണ് എന്നിങ്ങനെ ശിഷ്യന്മാർ ചുറ്റും നിൽക്കുകയാണ്. ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ പ്രഭുപാദ് എല്ലാവരെയും നോക്കിയിട്ട്, അപ്പം ബ്രഹ്മാനന്ദ പ്രഭു അടുത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു. ബ്രഹ്മാനന്ദ പ്രഭു ഇങ്ങനെ പറഞ്ഞു, ദാറ്റ് ഈസ് ട്രാൻസഡെന്റൽ പ്രഭുപാദ് എന്ന് പറഞ്ഞു. അത് ആത്മീയ വിധാനത്തിലുള്ള തലമാണ് എന്നുള്ള ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പ്രഭു കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് പിന്നെ അദ്ദേഹത്തിനെ നോക്കി യെസ് എന്ന് പറഞ്ഞു, അതേന്ന് പറഞ്ഞു. അപ്പം അതിൽ ഭരദ്രാജ് പ്രഭു അദ്ദേഹത്തിന്റെ സാക്ഷാത്കാരം പറയുന്നത്, ഒരു പരിശുദ്ധ ഭക്തൻ അല്ലെങ്കിൽ ഒരു ആത്മീയ ആചാര്യൻ പ്രവർത്തിക്കുന്നത് ആത്മീയ വിധാനത്തിലാണ്. നമ്മൾ അവരെ ഭൗതിക തലത്തിൽ കാണുമ്പോൾ അയാൾ അസുഖബാധിതനാണ് അല്ലെങ്കിൽ അസുഖത്തിൽ നിന്ന് മോചിതനായി എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അദ്ദേഹം ശാരീരിക ബോധത്തിന്റെ ഉപരിയായിട്ടാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ആത്മീയ ആചാര്യ അല്ലെങ്കിൽ ആത്മീയ വ്യക്തിത്വത്തിന്റെ മനോഭാവം അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, അവരുമായിട്ട് ഇടപഴകേണ്ടത്. അവരുടെ ശാരീരിക ആയ ഇത് നോക്കിയിട്ടല്ല അവരുമായിട്ട് ഇടപഴകേണ്ടത്, അവരേത് മനോഭാവത്തിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കും. പ്രഭുപാദ് നല്ല ആക്റ്റീവായിരിക്കുമ്പോൾ ആക്റ്റീവായിട്ട് വേണം, റെസ്റ്റ് എടുക്കുമ്പോൾ അത് കാരണം അവർ ആ തലത്തിലാണ് നിൽക്കുന്നത്. അപ്പം അതിന് അനുരൂപമായിട്ട് അവരെ സേവിക്കണമെങ്കിൽ നമുക്ക് അവരുടെ മനോഭാവം അനുസരിച്ച് വേണം അവരുമായിട്ട് ഇടപഴകേണ്ടതെന്നുള്ളത് മനസ്സിലായി എന്നുള്ളത് ഭരദ്രാജ് പ്രഭു അദ്ദേഹത്തിന്റെ സാക്ഷാത്കാരത്തിൽ പറഞ്ഞു.